ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഇന്ന് നമ്മുടെ 100ാമത്തെ എന്ന് പറഞ്ഞാൽ ഓരോ ഇപ്പൊ അല്ലേ 2300 അല്ലേ ആ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരൻ, ഇന്ന് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികള്, അതേപോലെ തന്നെ ഡെലിവറിക്ക് ഒരുങ്ങുന്ന അമ്മമാരാകാൻ ഒരുങ്ങുന്നവര്, ചില കോംപ്ലിക്കേഷൻസ് ഉള്ളവര്, അവർക്കെല്ലാം വേണ്ടി പ്രത്യേക പ്രാർത്ഥനയാണ്. ഇന്നലത്തെ 2 സാക്ഷ്യം വായിച്ചായിരുന്നല്ലോ അല്ലെ? വായിച്ചില്ലെങ്കിൽ ഇതിപ്പോ അവസാനിപ്പിച്ചിട്ട് ഇന്നലത്തെ 2 ടോക്കും കേട്ടിട്ട് കൂടിയാൽ മതി കേട്ടോ. അനുസരിക്കണം. അല്ലേ ലൂയ. കർത്താവിന്റെ വലിയ കാരണം. നമുക്കെന്നാ ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും നമുക്ക് ധാരാളം മക്കളെയൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ എല്ലാവരും ഒറ്റ മനസ്സിൽ ഒറ്റ കെട്ടായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങൾ 16:6 ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെയും പരിഹാരം ചെയ്യാം എന്നുള്ളതാണ് തലക്കെട്ട്. ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 16:6. അതിനൊരിതാണ്, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. എന്റെ സഹോദരൻ, ഈ ലോകത്തിൽ ഒരുപാട് അധർമ്മങ്ങൾ പെരുങ്ങുമ്പോൾ ധർമ്മത്തിന് വിരുദ്ധമായിട്ട്, നീതിക്ക് വിരുദ്ധമായിട്ട്, നന്മയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഗതികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും ഇടിഞ്ഞിടിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട് അല്ലെ? സ്വാഭാവികമാണ്. കാണുമ്പോൾ അതാണ് ഈ അധർമ്മം പെരുങ്ങുമ്പോൾ പലരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകുമെന്ന് ബൈബിൾ വചനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അധർമ്മം കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരവസ്ഥ വരും. പരിഹരിക്കാൻ പറ്റുന്നില്ല. ഓഫീസിലായിരിക്കാം, സ്ഥാപനങ്ങളിലായിരിക്കാം, കുടുംബങ്ങളിലായിരിക്കാം, ഇടവകളിലായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെയാണ്, നമ്മുടെ മിനിസ്ട്രി ചെയ്യുന്നിടത്തായിരിക്കാം, ഒക്കെ ആയിരിക്കാം. അപ്പൊ നമുക്ക് തന്നെ തൊന്നും ചെയ്യാനോട്ട് പറ്റുന്നുമില്ല. ഭയങ്കര വിഷമം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിപ്പോ എല്ലാവരും ചെയ്യുന്ന അതിനകത്ത് പ്രയോജനം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പ്രയോജനം അതാണ് പ്രയോജനമുള്ള കാര്യം. അത് മാത്രമല്ല, പിന്നെ എന്നറിയാമോ, നമ്മൾ വളരെ സിൻസിയറാണ്, ആത്മാർത്ഥമായിട്ടും വിശ്വസ്തമായിട്ടും നമ്മൾ ജീവിക്കാൻ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ഈ മനുഷ്യരെ ചെയ്തു കൂട്ടുന്ന അധർമ്മത്തിന് ഒരു പരിഹാരമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന ഈ വചനത്തെ അതുപോലെ അങ്ങ് വിശ്വസിച്ചാൽ മതി. വചനം സത്യമാണ്. ഇന്നലത്തെ വചനം ആകാശം ഭൂമിയും കടന്നു പോകാം, പക്ഷെ വചനത്തിന് വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടും വിശ്വസ്തമായിട്ടും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിന് പരിഹാരമാണ്. അത് സഭയിലെ പ്രശ്നത്തിലാണെങ്കിലും സഭയ്ക്ക് പുറത്തെ പ്രശ്നത്തിലാണെങ്കിലും എവിടെയും നമ്മൾ എത്ര ആത്മാർത്ഥ വിശ്വസ്തമായിട്ട് ചെയ്യുന്നോ അത് മറ്റുള്ളവർക്ക് പരിഹാരമാണ്. അങ്ങനെയുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. വിശുദ്ധാത്മാക്കളിലേക്ക് ഒരുപാട് ജീവിതങ്ങളുടെ പരിഹാര പരിത്യാഗ പ്രവർത്തികളിലേക്ക് വരിക. അപ്പൊ ഓക്കെ, അത് വേറൊരു ലെവലാണ്. ഇതൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം വിശ്വസ്തമായ ആത്മാർത്ഥം ചെയ്യുന്നത് പോലും ഒരു പരിഹാരമാണ്. ആ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ കുറച്ചുകൂടെ ആത്മാർത്ഥം വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിന്റെ ബാക്കി ദൈവമായും തിന്മയിൽ അത് നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചു. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എന്നെ പ്രത്യേകം ബ്ലസ് ചെയ്യാം. മക്കളില്ലാത്ത ഇന്നലെ പലരും എന്നോട് ഇന്നലെ അവിടെ അഭിഷേക നിശ്ചയമൊക്കെ സൂചിപ്പിച്ചായിരുന്നു. ഫ്രൂട്ടോ മേരി ശുശ്രൂഷയ്ക്കൊക്കെ ഒരുപാട് പേര് ഇന്നലെ ഭയങ്കരമായിട്ട് നമ്പറുകളൊക്കെ കൂടിയ കാര്യമൊക്കെ. അപ്പോൾ നിങ്ങളത് എല്ലാവരെയൊക്കെ ഒന്ന് അറിയിച്ചിട്ടേ ആത്മാക്കൾ രക്ഷപ്പെടട്ടെ എന്നേ, കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന പിള്ളേരും വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രൂട്ടോ മേരി ശുശ്രൂഷ അതൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു കേട്ടോ. പ്രേസ്തല്ല. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ 2 ദിവസമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ഒരു നിയമങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു മനസ്സോടെ 18-19 ഭൂമിയിൽ 2 പേർ യോജിച്ചു കൊടുക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരും. ഞങ്ങൾ ഒരു മനസ്സോടെ 10,000 ലക്ഷങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. വിവിധ സ്ഥലത്ത് വിവിധ സമയത്തിലാണെന്ന് മാത്രമുള്ളൂ കർത്താവെ. അതുപോലെ തന്നെ കർത്താവ് യോഹന്നാൻ 14:13 എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കും. 15-16 യോഹന്നാൻ. ഈ വചനങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾ ശരണപ്പെടുകയാണ്. എങ്കിൽ മാത്രം ആശ്രയിക്കുക. കർത്താവ് ഈ ആശീർവാദം കൊടുക്കുമ്പോൾ ഈ പ്രാർത്ഥന നടത്താൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ ഈശോയോട് അപേക്ഷിക്കുകയാണ്. കർത്താവ് ഇവരുടെ കണ്ണുനീര്, ഇവരുടെ വിഷമം, ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ വിശ്വാസം, ഇവരുടെ തീക്ഷ്ണത എല്ലാം പരിഗണിക്കണം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് അമ്മമാരാകാൻ ഒരുങ്ങുന്ന പ്രഗ്നന്റ് ആയിരിക്കുന്ന ഓരോരുത്തരെ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഈശോയെ അവിടുന്ന് കരുണ തോന്നി കരം വെച്ച് കർത്താവ് ഉദരത്തിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞതുപോലെ, സ്നാപകം നിറഞ്ഞതുപോലെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ ഏതെങ്കിലും തരത്തിൽ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ അംഗവൈകല്യം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് സംശയം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്ന വചനപ്രകാരം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതെല്ലാം നോർമൽ ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ദുഷ്ടാരൂപങ്ങളെ ശാസിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, മക്കളില്ലാത്ത ദമ്പതികള്, അതുപോലെ തന്നെ ആദ്യത്തെ കുഞ്ഞുണ്ടായി വീണ്ടും കുഞ്ഞുണ്ടാകുന്നില്ല, രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ലോകം പറഞ്ഞിട്ടുള്ള, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അവിശ്വാസത്തിന്റെ കെട്ടുകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വിശ്വാസത്തിന് ആത്മാവ് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ ശരീരത്തിലേക്ക് യേശുവിന്റെ നാമം അയക്കുന്നു, യേശുവിന്റെ രക്തം അയക്കുന്നു, യേശുവിന്റെ വചനം അയക്കുന്നു, യേശുവിന്റെ കുരിശിന്റെ അടയാളം അയക്കുന്നു. ശരീരത്തിൽ ചലിക്കാത്ത കോശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, സിസ്റ്റുകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കർത്താവായ ദൈവമേ, ശരീരത്തിലെ എൻസൈംസ് ഹോർമോണും ഒക്കെ നോർമൽ ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതകരമായ ദൈവിക ശക്തി നിറയട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളെ നൽകുന്ന ഈശോയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, എല്ലാ തരത്തിലുള്ള കോട്ടകളും ചാട്ടിക്കിടക്കട്ടെ. പൈശാചക്തികളെ ബന്ധിക്കുന്നു, എല്ലാ തലമുറ കെട്ടുകളെ ബന്ധിക്കുന്നു. ശാപക്കെട്ടുകൾ, ദുർദർശനങ്ങൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ശക്തമായ ദൈവത്തിന്റെ കൃപ നിറയട്ടെ കർത്താവെ. ഓ ദൈവമേ, അനുഗ്രഹമില്ലാത്ത അവസ്ഥയാണല്ലോ കർത്താവെ, അതെല്ലാം മാറി അനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്രയിടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.